നമസ്കാരം. മന്ത്രിപുത്രി അവസാനം ജയിലിലേക്ക്. മാസപ്പടിയിൽ പിണറായിയെയും ഇഡി ചോദ്യം ചെയ്തു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം നിർണായകമായ പുതിയൊരു വഴിത്തിരിവിലേക്ക് കിടക്കുകയാണ്. വെറുമൊരു സാമ്പത്തിക ക്രമക്കേട് എന്നതിനപ്പുറം രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ആ തലങ്ങളിലേക്കാണ് ഇഡിയുടെ നീക്കങ്ങൾ എന്നുള്ളതാണ്. അന്വേഷണത്തിന്റെ നിലവിലെ പുരോഗതി വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ കേസിൽ പ്രതിയാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള സാധ്യതകളാണ് അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും ചോദ്യം ചെയ്യുന്നത് ഇഡിയുടെ സജീവ പരിഗണനയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അന്വേഷണം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ വീണയുടെ വ്യക്തിഗത സ്വത്തുകളിലേക്കും വിപുലീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ണൂരിൽ ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയ അപ്രതീക്ഷിതമായിട്ടുള്ള പരിശോധനകൾ നൽകുന്നത്. കണ്ണൂരിലെ പാതിരിയാട് പിണറായി വില്ലേജുകളിലാണ് ഇഡി സംഘം നേരിട്ടെത്തി പരിശോധന നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വില്ലേജ് ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി വീണയുടെ പേരിലുള്ള ഭൂമിയുടെ രേഖകളും കൃത്യമായിട്ടുള്ള അതിരുകളും ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാതിരിയാട് വില്ലേജ് ഓഫീസിലെത്തിയ ഇഡി സംഘം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്കൊപ്പം പിണറായിയിലെ വസതിക്ക് സമീപമുള്ള സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് പിണറായി വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷൻ സമീപമുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ അത് ചോദിച്ചറിയുകയാണ് ചെയ്തത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ എക്സാലോജിക് കമ്പനിയുടെ ബംഗളൂരു, കൊച്ചി ഓഫീസുകളിലെ രേഖകളും CMRLന്റെ ബാങ്ക് ഇടപാടുകളുമായിരുന്നു ഇഡിയുടെ പ്രധാന പരിശോധനാ വിഷയം. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ആ സ്വത്തുക്കളുടെ ശേഖരണത്തിലേക്ക് അന്വേഷണം നീളുന്നത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് എന്നതാണ്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഇഡി അത്തരമൊരു നിർണായകമായിട്ടുള്ള നീക്കം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സ്വത്തുവിവരങ്ങൾ വ്യക്തത വരുത്തിയ ശേഷം പുതിയ ചോദ്യം ചെയ്യൽ ഘട്ടം ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് അന്വേഷണത്തിലെ എല്ലാ വിടവുകളും അടയ്ക്കുവാനാണ് ഇഡിയുടെ നീക്കം. വീണയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഭൂമി ഇടപാടുകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പരിശോധനയുടെ ഏജൻസി ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ മാസപ്പടി കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെടാനും ഒപ്പം തന്നെ വീണ പ്രതിപട്ടികയിൽ ഇടം പിടിക്കുവാനും സാധ്യതയേറി എന്നുള്ളതാണ്. അതോടൊപ്പം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്ന ചോദ്യം ചെയ്യലുകൾക്കും കേസിൽ അടുത്ത ദിവസങ്ങളിൽ കളമൊരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാനം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി അവസാനം ജയിലിലേക്ക് യാത്രയാകുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുണ്ടായിരുന്ന പിണറായി വിജയനെ അടക്കം ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടം നൽകുന്ന സംഭവ വികാസങ്ങളായിരിക്കും.